എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാലിഫോർണിയൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ഉള്ളത് കൊളറാഡോയിലാണ്. ഇപ്പോൾ കൊളറാഡോ പറഞ്ഞാൽ നമുക്ക് നേരെ കയറേണ്ട യൂത്താലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നല്ല പൈൻ മരങ്ങളൊക്കെ അടങ്ങിയ ഒരു അടിപൊളി കാഴ്ചകളല്ലേ നമ്മൾ ഡെൻവറിൽ നിന്ന് കൊണ്ടുവന്നത്. നമ്മുടെ കൊളറാഡോയുടെ ക്യാപിറ്റലാണ് ഡെൻവർ. അപ്പം ഇനി നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഡിഫറെൻറ്റ് കാഴ്ചകളാണ്. എല്ലാം കൊളറാഡോയുടെ ഭാഗം തന്നെ. അപ്പം ആ കാഴ്ചകളെല്ലാം അടങ്ങിയ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊളറാഡോയിൽ കൂടെ ഉള്ള ഈ ഒരു യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു മൗണ്ടൻസാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മൗണ്ടൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമെന്നാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇഷ്ടംപോലെ മൗണ്ടൻസും അത് പല രീതിയിൽപ്പെട്ട മൗണ്ടൻസ് കേട്ടോ. ഇന്നലെയൊക്കെ നമ്മൾ ആ പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം നോക്കിക്കേ, ഡ്രൈ ആയിട്ടുള്ള റോക്കി എന്ന് പറയുന്നത് നല്ല എന്തോ ഒരു വ്യത്യസ്ത തരമായിട്ടുള്ള റോക്കുകളൊക്കെ നിറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് മൗണ്ടൻ റേഞ്ചാണ്. അതിൻ്റെ എല്ലാ ഇടയിൽ കൂടെ ഇഷ്ടംപോലെ ടണൽസും എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊരു റോഡ് ട്രിപ്പ് അടിക്കാൻ പറ്റിയ കിടില സ്ഥലമാണിത്. ശരിക്കും ഈ കൊളറാഡോനെ കുറിച്ച് അറിഞ്ഞത് ടൂറിസം മുന്നിൽ കണ്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ് എനിക്കതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതായത് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളൊരു നല്ലൊരു മൗണ്ടൻ വെക്കേഷന് വേണ്ടിയിട്ട് റിസോർട്ടുകളും മറ്റ് പല ലെഷർ ആക്ടിവിറ്റീസും ഒക്കെ ഉൾപ്പെടെ ഫാമിലികൾക്ക് വെക്കേഷന് വേണ്ടിയിട്ട് വരാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കൊളറാഡോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ടൂറിസം പർപ്പസിൽ ബിൽഡ് ചെയ്ത ടൗൺഷിപ്പുകൾ ഇഷ്ടംപോലെ കാണാം. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ ദേവസ്യാച്ചൻ പകലത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് പയ്യൊന്ന് കിടക്കാൻ കയറി. സമയം ഏകദേശം വൈകുന്നേരം 6:30 അടുക്കുന്നു. നമ്മുടെ അതുകൊണ്ട് ഇവിടെ ഒരു ലൗസ് കണ്ട് ഫുൾ ഓവറാണല്ലോ. 3 പോലീസ് വണ്ടികളാണ് ഒരു കാറിനെ ഫുൾ ഓവർ ചെയ്തേക്കുന്നത്. ഇത് വലിയ സീരിയസ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ലൗസിൽ നിർത്തി ഒരു കാപ്പി എടുത്ത് നമുക്ക് മുന്നോട്ടങ്ങ് പോകാം. നമ്മളിപ്പോൾ നിർത്തിയേക്കണം ഈ ട്രക്ക് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ജോഗ്രഫിക്കൽ ബ്യൂട്ടി ഉണ്ടോ, എന്നാ രസമല്ലേ, വീട്ടിൽ എന്തായാലും നല്ലൊരു കാപ്പി എടുത്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു സ്നാക്കും എടുക്കാം. 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം ഒരു ക്രേവിങ്. എന്തെടുക്കും? കഴിഞ്ഞ ദിവസം വേണ്ട ഈ ഒരു സാധനം നമ്മൾ എടുത്തായിരുന്നു, അത് അടിപൊളിയായിരുന്നു, അത് തന്നെ എടുക്കാം. ഈ ഏരിയ കൂടെ പോകുമ്പോൾ ഇങ്ങോട്ടൊന്നും നോക്കാതെ പോകുന്ന എങ്ങനെയല്ലേ. എൻ്റെ മോനെ ഒരു കിടിലൻ ഐറ്റം കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ടേ. ഇവിടെ നിങ്ങൾ കിടിലൻ ഒരു കെൻവർത്ത് കിടക്കണുണ്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനം അല്ലേ. എന്തായാലും കഴിഞ്ഞ 2 വീഡിയോകളിൽ കൂടെ നമുക്ക് കൊളറാഡോ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ടെക്സാസ് അടിപൊളിയായിട്ട് നമ്മൾ കൊണ്ടുവന്നു, ഇപ്പോൾ കൊളറാഡോ. കാലിഫോർണിയ പിന്നെ നമ്മൾ സ്ഥിരം കൊണ്ടുവരുന്നതാണല്ലോ. നമുക്ക് ഓയിൽ ലീക്ക് കൊണ്ടുപോകാൻ നോക്കാം. അമ്മേ ഇല്ല കേട്ടോ, ഓയിൽ ലീക്കില്ല. നമ്മൾ അതിശക്തമായി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ കെൻവർത്ത് ഫ്യൂലിംഗ് എല്ലാം കഴിഞ്ഞ് പോവാം കേട്ടോ. എന്നാ രസമല്ലേ. In 500 meters, turn left on I-70 West. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലുള്ളവർ എപ്പോഴേലും ഒരു ചാൻസ് കിട്ടിയ ഈ കൊളറാഡോ റോഡ് ട്രിപ്പ് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ.
ഡെൻവറൊക്കെ കവർ ചെയ്ത് കൊളറാഡോ വഴി യൂത്തയിലേക്ക് പോകുന്നു. ഒരു രക്ഷയില്ലാത്ത കിടിലൻ റൂട്ടാണ്, ഒരു രക്ഷയില്ല. അപ്പം ഞാനിങ്ങനെ രാത്രിയിലിരുന്ന് വണ്ടി ഓടിക്കുമായിരുന്നേ. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നേരത്തെ പകല് നമ്മുടെ ആദ്യം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന പഞ്ചാബി അപ്പച്ചന്മാരുടെയൊക്കെ കഥ ദേവസ്യാസിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് അവർ രാത്രിയിൽ എന്ത് ചെയ്താൽ വണ്ടി ഓടിക്കില്ലായിരുന്നു. അവർക്ക് പ്രേതങ്ങളെ പേടിയാണ്, അല്ലെ നിഴലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇമാജിനേഷൻസ് വർക്ക് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ടെറൈനല്ലേ. അതുകൂടാതെ നമ്മൾ പകലത്തെ വീഡിയോകളിൽ ഒത്തിരി ക്ലിഫുകളും പാറക്കെട്ടുകളും അങ്ങനത്തെ കുറേ സാധനങ്ങളും ഒക്കെ കണ്ടല്ലോ. അപ്പം നമുക്ക് പരിചയമില്ലാത്ത ടെറൈൻ ആയതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ വേണ്ട കുറ്റാക്കൂരി ഇരുട്ടാണ് നമ്മുടെ മുമ്പിൽ. അപ്പം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തുമല്ലേ, ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ മൂൺ ലൈറ്റ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരു ടെറിഫയിങ് എന്ന് പറഞ്ഞാൽ പ്രേതത്തിനെയല്ല നമ്മൾ പേടിക്കുന്നത്, പക്ഷേ ആനിമൽസിൻ്റെ ഈ പറയുന്ന പോലെ കരടിയോ അല്ലെങ്കിൽ ഈ ലിങ്സ് എന്നറിയപ്പെടുന്ന മൗണ്ടൻ ലയൺ എന്നറിയപ്പെടുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഇവിടെ കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് എടുക്കാനൊക്കെ നിർത്താൻ നോക്കിയപ്പോഴത്തേക്ക് ഈ കുറ്റാക്കൂർ ഇരുട്ടിൽ ഓരോരോ റെസ്റ്റ് ഏരിയകളുടെയൊക്കെ പേരെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് റെസ്റ്റ് ഏരിയ, ഗോസ്റ്റ് റോക്ക് റെസ്റ്റ് ഏരിയ എന്നൊക്കെ അതിൻ്റെ പേര്. അതിൻ്റെ കൂട്ടത്തിൽ കുറ്റാക്കൂർ ഇരുട്ടും. അപ്പോൾ ഈ ഗോസ്റ്റ് റോക്കിലും ബ്ലാക്ക് മാജിക് റെസ്റ്റ് ഏരിയയിലൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ച് നിർത്തും? അവിടെയാണെങ്കിൽ ഒത്തിരി വണ്ടികളും ഇല്ല. കാരണം ഈ റൂട്ടുകളിൽ അങ്ങനെ ഈ രാത്രിയിൽ അങ്ങനെ ഒത്തിരി വണ്ടികളൊന്നും ഇല്ലാത്തൊരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെയുള്ള എക്സ്ട്രീം ഡാർക്ക് സിറ്റുവേഷനിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് ആനിമൽസിനേക്കാളും അല്ല മറ്റെന്തിനേക്കാളും മനുഷ്യരാണ് കേട്ടോ. ഇതുവഴി ട്രാവൽ ചെയ്യുന്ന ട്രക്കുകൾക്കും അല്ലെങ്കിൽ കാറിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനൊക്കെ ഒന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ ഇന്ന സ്ഥലങ്ങളിൽ നിർത്താണ്ടിരിക്കാൻ വേറെ ഒരു വഴിയില്ലെന്ന് ആളുകൾക്കറിയാമല്ലോ. അപ്പം വല്ല റോബേഴ്സോ അങ്ങനെ കക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഒരു ഷുവർ സ്പോട്ടാണ്. കാരണം ഇവിടെയൊന്നും വലിയ കാര്യമായിട്ട് തിരക്കില്ലല്ലോ. തിരക്കില്ലാത്ത സാഹചര്യങ്ങളിലാണല്ലോ ഒരു അറ്റാക്ക് വന്നാൽ അത് അറിയില്ലാത്ത. അപ്പം നിർബന്ധമായിട്ട് കാറുകളോ അല്ലെ വണ്ടികളൊക്കെ അവിടെ നിർത്തുകയും ചെയ്ത് സുഖമായിട്ട് അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഒരു സാധനം അവരെ തോന്നിപ്പെടുത്തിയാലേ. അപ്പം ഏറ്റവും കൂടുതൽ പേടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നത്. സമയം ഏകദേശം 12 മണിയായി. നമ്മളിപ്പോൾ ഓൾറെഡി യൂത്തെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ലവ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഫ്യൂവലും ഡെഫും തന്നെയല്ല, നമ്മളിന്ന് ബ്രേക്കും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും ഫുഡും കഴിക്കണ്ടേ. നമ്മൾ ഡീസൽ വണ്ടികൾക്കെല്ലാം ഫ്യൂവൽ അടിക്കുന്ന കൂട്ടത്തിൽ ഇതേണ്ട ഈ ഡെഫ് എന്ന് പറയുന്ന ഒരു സാധനം അടിക്കുക. അപ്പോൾ ഇന്നാൾ നമ്മൾ ഡെഫ് അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലർ ചോദിച്ചായിരുന്നു ഡെഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇതിൻ്റെ സംഭവം വേറെ ഒന്നല്ല, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഡീസലിൻ്റെ എക്സോസ്റ്റിൽ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി കാർബണും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിക്ക് ഒത്തിരി നാശം പറ്റാതെ അതിനെ വിഘടിപ്പിച്ച് പ്രകൃതിയായിട്ട് പെട്ടെന്ന് ചേരാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു ഐറ്റമാണ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. അതായത് നമ്മുടെ നാട്ടിൽ ആഡ് ബ്ലൂ എന്നൊക്കെ പറയുന്ന സാധനം ചേർക്കില്ലേ, സെയിം ഡെഫ്. വന്ന സ്ഥിതിക്ക് ഒരു കാപ്പിയും കൂടെ എടുത്തിട്ട് നമുക്ക് ബ്രേക്കിന് പോവാം. അങ്ങനെ സമയം വെളുപ്പിന് 3:30 ആയി കേട്ടോ. 3:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ യൂത്ത അരിസോണ ബോർഡറിലായിട്ടുള്ള സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. സെൻറ്റ് ജോർജ് യൂത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ് ഈ സെൻറ്റ് ജോർജ് യൂത്ത. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈയിങ് ജേ ഉണ്ട്, നമുക്ക് അവിടെ നിർത്തി ഷിഫ്റ്റ് മാറാം. പരിപാടി എല്ലാം നടക്കുമോ? 1 മണിക്ക് അപ്പോയിന്റ്മെന്റ് മെസ്സേജ് അയച്ചപ്പം ഒരു മറുപടി തന്നു. അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇന്നാണോ അതോ നാളെയാണോ എന്നുള്ള ദിവസമുണ്ട്. 1 PM അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു. അതിലൊന്ന് പോയി നോക്കാം അല്ലേ?
ഒരു 100-200 കിലോമീറ്റർ കൂടെ ഉണ്ട്, 2 മണിക്കൂർ. ഇത് പോയി നോക്കാം. അപ്പം ഞാൻ എടുത്ത് എന്നെ ചോദിച്ചില്ല. ഇന്നിപ്പോൾ ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ദേവചേച്ചൻ പറയുന്നത്. 1 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. കാലിഫോർണിയയിലെ ലിവർമോറിലെ ടെസ്ലയുടെ വെയർ ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി എങ്കിലും നടന്നാൽ മതിയായിരുന്നു. പിക്കപ്പ് ഇന്ന് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അപ്പം 100 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് നമ്മുടെ ഡെലിവറി സ്ഥലത്തേക്കുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ചെറിയൊരു ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നത്തിങ് എക്സൈറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കാണിച്ചില്ല. അടുത്ത ആഴ്ച മുതൽ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവസ്യാച്ചൻ ചവിട്ടി പിടിക്കുന്നുണ്ട് ലിവർമോറിലേക്ക്. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ 5 എന്ന് പറയുന്ന റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ്, 2 സൈഡിലും നല്ല പച്ചപ്പുല്ലൊക്കെ ആയിട്ട്. അല്ലേ ദേവസ്യാച്ച? കാലിഫോർണിയ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. ഏറ്റവും അടിപൊളിയായിട്ട് കാലിഫോർണിയ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ വിൻഷീൽഡിൽ നിറയെ പ്രാണികൾ അടിച്ചിട്ടേ നല്ല, കാരണം 2 സൈഡിൽ ഈ പുല്ലാണല്ലോ, ഇഷ്ടംപോലെ പ്രാണികളുണ്ട്. അപ്പം അതാണ് ഡേർട്ടി. നമ്മൾ വണ്ടി നിർത്തിയാൽ ഉടനെ തന്നെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ഓറഞ്ച് തോട്ടം വരുന്നുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ നാട്ടില് തേയിലത്തോട്ടങ്ങൾ നിക്കണ പോലെ അല്ലേ? നല്ല കറക്റ്റായിട്ട് വരിവരിയായി കാലിഫോർണിയയിലെ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെറും പൂക്കളും മരങ്ങളും പഴങ്ങളും മാത്രമല്ല അല്ലേ? വേണ്ട, സോളാറിന്റെ ഒരു വലിയ തോട്ടമാണ് കാണുന്നത് നമ്മുടെ സൈഡിൽ കേട്ടോ. ഒരു വലിയ തോട്ടം നോക്കിക്കേ, എന്തോരം നോക്കിക്കേ. അപ്പം സ്കോട്ട് ആഡ്കിൻസ് 1 എന്ന് പറയുന്ന ഒരു ബ്രോ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എന്നാണ്? അതായത് നമ്മുടെ വെറും പ്രഹസനം എന്ന് പറയുന്ന ഒരു വീഡിയോ. കാനഡയിൽ ഇപ്പോഴും സ്നോഫോൾ ഉണ്ടോ? ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 14 സാറ്റർഡേ കേട്ടോ. ബ്രോ, കാനഡയിൽ ഇപ്പോഴും സ്നോഫോൾ ഉണ്ട്. അത് ഇപ്പോഴും ഇന്നലെ രാത്രിയും ഭയങ്കര ഒരു സ്നോഫോൾ ഉണ്ടായിട്ട് നീനെ വിളിച്ചതുള്ളൂ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് മാറ്റാൻ പറ്റിയല്ല, കുത്തിക്കോരി മാറ്റാൻ പറ്റിയല്ല, നമുക്ക് ട്രാക്ടറുകാരനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാധാരണത്തിൽ നമ്മുടെ കാനഡയിലെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള വിൻ്റർ കിട്ടുന്ന സ്ഥലമാണ് ഒൻറ്റാറിയോ എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ ടൊറൻറ്റോ ഏരിയയൊക്കെ. അവിടെ നമുക്ക് ഈ സ്നോയുടെ ഒരു അവസാനം കാണണമെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും ഏപ്രിൽ പകുതി വരെയെങ്കിലും ആവും. സാധാരണത്തിൽ മെയ് ഷവേഴ്സ് വരുമ്പോഴാണ് ഈ സ്നോ എല്ലാം പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഏപ്രിൽ പകുതി എങ്കിലും ആവും സ്നോ കംപ്ലീറ്റ്ലി നിൽക്കണമെങ്കിൽ. അതുവരെ ഇടയ്ക്കൊക്കെ പ്ലസ് ടെമ്പറേച്ചറോ ഇപ്പം ഒന്ന് മാറി മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും 1.5 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴോ ശക്തമായ സ്നോഫോൾ വീണ്ടും വരും. അപ്പം നല്ല സ്നോഫോൾ ഉണ്ട് കേട്ടോ. അതിനെന്താ വെച്ചാൽ അങ്ങനെ ഒരു ചെമ്മരിയാടിന്റെ സെറ്റപ്പ് അതിവര് ഇത് ഫാം അല്ലല്ല, ഇടയന്മാര് കൊണ്ടുവന്ന ഈ നടത്തി തീറ്റുന്നവരുണ്ട്. പക്ഷെ ഇവിടെ വേലി കെട്ടിട്ടുണ്ട് 2 സൈഡിലും അവര്. അതിന്റെ അകത്തോടെ കയറ്റി അവര് കൊണ്ടുവന്നോളൂ. നമ്മൾ മറ്റേ ഇവിടെ ഈ ബയോമിക്ക് കാണാൻ പറ്റും. അമ്മാരിങ്ങനെ ഇടയന്മാര് നടക്കുന്ന പോലെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നവരാ. അത് ചിലരെന്ന് വെച്ചാൽ അവരിങ്ങനെ ഒരു ഏരിയ കാണുവേ, എന്നിട്ട് അവര് ഇതിപ്പോ എനിക്കൊന്ന് ആ രോമമൊക്കെ വെട്ടി എടുത്തതാ. അല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ആട് കടിച്ച പിന്നെ അത് നശിച്ചു പോകുന്നൊക്കെ. അത് ചെടിയല്ല, അത് ചെടിയാ, പുല്ലിന്റെ വിഷയമല്ല അല്ലേ? പുല്ലെന്തോരം പുല്ല് വിടും, ചെടിയൊന്നും പുല്ലിന്റെ അത്ര സ്ട്രോങ് അല്ലെന്ന്. 1-2 ആൾക്കാർ കാണും ഇങ്ങനെ. അവരിങ്ങനെ അവർക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് ആലപ്പുഴയിലൊക്കെ ഈ താറാവിനെ കൊണ്ട് പോകുന്ന പോലെ. അല്ല, കിടിലും കാഴ്ചയായിരുന്നത്. പിന്നെ നമ്മുടെ ജി നരേന്ദ്രൻ എന്ന് പറയുന്ന ബ്രോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹായ് മാറ്റി ബ്രോ, ഹൗ യു മാനേജ് ഫുഡ്, സ്ലീപ്പ് ആൻഡ് റിഫ്രഷ് while shift changes with 2 drivers that you don't show on the videos? I was thinking about that. Please clear my doubt. Thank you. ഈ നരേന്ദ്രൻ എന്ന് പറയുന്ന ബ്രോ നമുക്ക് നമ്മുടെ വീഡിയോസ് സ്ഥിരം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ബ്രോ താങ്ക്സ് കേട്ടോ. അതിപ്പം പല വീഡിയോകളിലും കാഷ്വലായിട്ട് നമ്മളങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത്. സംഭവം വേറെ ഒന്നുമില്ല, വേണ്ട നമ്മുടെ വണ്ടിക്കകത്ത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ 2 പേര് വരുന്ന യാത്ര ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഡ്രൈവറും പാസഞ്ചർ സീറ്റും. നമ്മുടെ ദേവസ്യാച്ചന് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേസമയം നമ്മുടെ സ്ലീപ്പറിൻ്റെ സൗകര്യം എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ,
നമ്മുടെ സ്ലീപ്പർ എന്ന് പറയുമ്പോൾ നേരെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിലെ സ്ലീപ്പറിൻ്റെ സൗകര്യങ്ങളുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വേണ്ട താഴെ ഒരാൾ കിടക്കും, നമുക്ക് മുകളിലേക്ക് മറ്റൊരാൾ. കാരണം നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും വണ്ടി നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ ഇത് താഴെ ഒരാൾക്ക് കിടക്കാം, ആവശ്യത്തിന് കിടക്കാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളാണുള്ളത്. അതേസമയം മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ബെഡും ഉണ്ട്. അപ്പോൾ ഈ ബങ്ക് ബെഡിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് വേണ്ടേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഒരു കോണിയുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ മുകളിൽ കിടന്ന മുകളിലും അതേ ഫെസിലിറ്റി തന്നെയാണ് ഉള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വണ്ടി പരിചയപ്പെടുത്തുന്ന വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വ്ളോഗ് നമ്പർ ഒന്നുകൂടെ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പം രാത്രി 3 മണിക്ക് വേണ്ട നമ്മുടെ ദേവസ്യാച്ച വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ ബാക്കിലെ ആൾ കിടക്കുമ്പോഴത്തേക്കും വേണ്ട നമുക്ക് ഇവിടെ ഈ ഒരു വലിയ കർട്ടനുണ്ട്. ഈ 2 കർട്ടനുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇത് മാഗ്നറ്റിൻ്റെ ഒരു വലിയ സ്ട്രിപ്പാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരുമാതിരി സൗണ്ട് എല്ലാം പ്രൂഫ് ചെയ്യും. നല്ല ഡാർക്കനായിട്ടുള്ള ഒരു സെറ്റപ്പ്, നല്ല ഡാർക്ക്നെസ്സും വണ്ടിക്കകത്തും തരും. അപ്പോൾ നമുക്ക് ലൈറ്റെല്ലാം കൺട്രോളും ചെയ്യാം. അപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ നമ്മൾ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം മടക്കി വെക്കും. സാധാരണ ഇതിൽ നമ്മുടെ വണ്ടിക്ക് മെസ്സാക്കി ഞങ്ങൾ ഒരിക്കലും കാണിക്കാറില്ല. പക്ഷേ ഇന്ന് ഇപ്പം നരേന്ദ്രൻ ബ്രോയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തത്. സാധാരണ ഞാൻ എണീക്കുന്ന വഴി തന്നെ ബെഡെല്ലാം മടക്കി വെച്ച് ഞങ്ങൾ അങ്ങനെയാണ് 2 പേരുടെ സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ച് അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് സ്ലീപ്പർ റെഡിയാക്കിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ സാധനം എല്ലാം മടക്കി കഴിഞ്ഞ് നേരെ എടുത്ത് മുകളിലേക്ക് തട്ടുന്നു. കാരണം ഇപ്പം തൽക്കാലം ഒരാളെ ബാക്കിൽ സ്ലീപ്പറിൽ കാണുള്ളല്ലോ, മറ്റേ ആൾ വണ്ടി ഓടിക്കുമായിരിക്കുമല്ലോ. എങ്ങാനും നിർത്തിയിട്ട് ലേവറുള്ള സമയങ്ങളിൽ മാത്രം 2 പേർക്കും സ്ലീപ്പർ ആക്സസ് ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പം എപ്പോൾ വേണേലും നമ്മുടെ ദേവസ്യാച്ചൻ്റെ ബാക്കിലേക്ക് വന്ന് കിടക്കാം. ദേവസ്യാച്ചൻ്റെ സാധനങ്ങളും ബെഡ്ഷീറ്റും എല്ലാം എടുത്ത് പുള്ളിയുടേതായ രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. വേണ്ട സെറ്റ്. അത് കൂടാതെ ഈ താഴെ കിടക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് വിൻഡോയും മുകളിലെ ആൾക്കാർക്ക് വേറെ വിൻഡോയും ഉണ്ട് കേട്ടോ, 2 സൈഡിലും. ട്രേസി ഹിൽസ് എത്തിയിരിക്കുകയാണ്. സാറിൻ്റെ ഒരു കാൽക്കുലേഷനിൽ എന്തായിരിക്കും ഇന്നത്തെ പരിപാടി? ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്ടിരിക്കുക നല്ല അല്ലേ? പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അപ്പൊ ഇന്ന് എന്തായാലും ലെയർ ആയിരിക്കുന്നേ. അതെ, അടിവരയിട്ട് പറയാ. നമ്മള് ട്രേസി ഹിൽസിന്റെ സൗന്ദര്യ കാഴ്ചകളൊക്കെ ആസ്വദിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്ത് രസമുള്ള അടിപൊളി അല്ലേ? ഉണ്ണീശപ്പുല്ല് പോലത്തെ പുല്ല്, അതും നല്ല മൊട്ടക്കുന്നുകള്. എന്ത് രസമാ. ട്രേസി ഹിൽസിന്റെ സൗന്ദര്യം മൊത്തം വേണ്ട ഈ ഒരു ഒറ്റ ഫ്രെയിമിലുണ്ടെന്ന് പറയാം കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഒറ്റ പ്രശ്നമുള്ളൂ, വേനൽക്കാലത്ത് ഇത് മുഴുവനും അങ്ങ് കരിഞ്ഞുണങ്ങും. നമ്മള് ലിവർമോറിലേക്ക് എത്തി കേട്ടോ. ലിവർമോറിൽ ഉണ്ടായിരുന്നു അടിപൊളി ഒരു ഡേർട്ട് ബൈക്കിന്റെ ഒരു അടിപൊളി പിറ്റ്. പിള്ളേരെല്ലാം കൊണ്ട് മറ്റേ മഡ് റേസിന്റെ മഡ് ബൈക്കില്ലേ, അതുമായിട്ട് അതിന്റെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു അവിടെ. താഴെ ഈ കാണുന്ന ഷെഡിൻ്റെ അതാണ് സെക്യൂരിറ്റി ഉള്ളത്. അവിടെയാണ് നമ്മുടെ പേപ്പർ വർക്കും ലൈസൻസും ഒക്കെ കൊടുത്തേക്കുന്നത്. പുള്ളിക്കാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നടക്കുന്ന ആ ട്രേഡ് വാറിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് വല്ലതൊക്കെ ആയിരിക്കാം നമ്മളോട് ഡിക്ലറേഷൻ വെക്കാൻ പറഞ്ഞു. സംഭവം കാനഡയിൽ നിന്ന് ബോർഡർ കടന്നിട്ട് വരുന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ബോർഡർ കടന്നപ്പോഴും ഈ ടെസ്ലയുടെ സാധനം കൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ഇപ്പോഴും കാനഡയിൽ നിന്ന് ഓട്ടോ പാർട്സ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അതായിരിക്കാം. അപ്പം എന്തായാലും നമ്മൾ പുറത്തിട്ടിട്ട് നമുക്ക് കൊണ്ടുവന്നേക്കണം ബിൽ ഓഫ് ലേഡിങ്ങിൻ്റെ അടിയിൽ തന്നെ ഇറ്റ് വാസ് പിക്ഡ് അപ്പ് ഫ്രം ഒൻറ്റാറിയോ കാനഡ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡിക്ലറേഷൻ. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ശരിക്കും 1 മണിക്കാണ് കേട്ടോ.
നമ്മള് 12:30 ആയപ്പോ എത്തി, അരമണിക്കൂർ നേരത്തെ എത്തി. അതുകൊണ്ട് അത് പറ്റിയല്ല. 12:38 കറങ്ങി തിരിഞ്ഞ് 1 മണിക്ക് പോവാ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് 1 മണിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടിട്ടുണ്ട്. 20 മിനിറ്റ് നേരത്തെ വന്നതിനാ പ്രശ്നം. ഇനി പുറത്ത് പോയി നമ്മൾ പാർക്ക് ചെയ്തിട്ട് കറക്റ്റ് 1 മണിയാകുമ്പോൾ വരുമ്പോഴത്തേക്കും 2 മിനിറ്റ് താമസിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇനി പൊക്കോളാനും പറയും. എങ്കിൽ എൻ്റെ വായിലിരിക്കുന്ന വേറെ വല്ല സരിഗമയൊക്കെ കേൾക്കും ചിലപ്പോൾ. ഇവിടെ വല്ല ഇട്ടാലോ? ഇല്ല, അപ്പുറത്തേക്ക് അത് നമുക്ക് ആ കയറി വരുന്നത് പോലെ ഇടയിറക്കും. Said I made up my mind this time.